പെട്ടെന്നൊരു ദിവസം സൂംബി ഔട്ട്ബ്രേക്ക് ഉണ്ടാവുകയാണ്. ഒരു മാളിലേക്ക് രക്ഷപ്പെട്ടു വരുന്ന കുറേ പേര്. ആ മാളിന് ചുറ്റും ഇപ്പോൾ സൂംബികളുണ്ട്. ഇവരെങ്ങനെയായിരിക്കും രക്ഷപ്പെട്ടതെന്ന് നമുക്ക് നോക്കിയാലോ. 2004 പുറത്തിറങ്ങിയിട്ടുള്ള ഡൗൺ ഓഫ് ദി ഡെഡ് എന്ന് പറയുന്ന സിനിമയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നഴ്സായിട്ടുള്ള അന്നയാണ് കാണിക്കുന്നത്. ഒരു ലോങ് ഷിഫ്റ്റ് കഴിഞ്ഞതിന് ശേഷം വളരെ ക്ഷീണിതയായിട്ട് അവളിപ്പോൾ വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അവളുടെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അവിടുത്തെ ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ റൂം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് കൊടുക്കാൻ പറയുകയാണ്. അങ്ങനെ ഒരുവിധം ആ ഒരു പേഷ്യൻറ്റിൻ്റെ റൂമൊക്കെ കണ്ടുപിടിച്ച് കൊടുത്തതിന് ശേഷം ഇപ്പോൾ അവൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭർത്താവുമൊത്ത് വീക്കെൻഡ് അടിച്ച് പൊളിക്കാനായിട്ടാണ് അവൾ ഈ ഒരു ലോങ് ഷിഫ്റ്റും മറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അന്നയുടെ ഭർത്താവിൻ്റെ പേര് ലൂയിസ് എന്നാണ്. പുള്ളിക്കാരൻ ഇവളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവർ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ കുറച്ച് എമർജൻസി ന്യൂസും മറ്റൊക്കെ ടി വിയിൽ വരുന്നുണ്ടായിരുന്നു. അതൊന്നും ഇവർ ശ്രദ്ധിക്കുന്നില്ല. സമയം ഇപ്പോൾ പാതിരാത്രിയായിട്ടുണ്ട്. ഇവരുടെ നെയ്ബർഹുഡിലെ ഒരു ഗേളായിട്ടുള്ള വിവിയൻ എന്ന് പറയുന്ന പെൺകുട്ടി ഇപ്പോൾ ഇവരുടെ ബെഡ്റൂമിലേക്ക് കടന്നു വരികയാണ്. ലൂയിസ് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ലൂയിസിനെ അപ്പം തന്നെ വന്നിട്ട് കടിക്കുകയാണ്. ആ ഒരു പെൺകുട്ടി ഒരു സൂംബി ആയിട്ടുണ്ടായിരുന്നു. ഇതെന്താ സംഭവിക്കുന്നതെന്ന് ആനയ്ക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ആ ഒരു സൂംബി പെൺകുട്ടിയെ ഒരു വിധത്തിൽ അടിച്ചമർത്തിയതിന് ശേഷം നമ്മുടെ ലൂയിസിനെ രക്ഷിക്കാനായിട്ടാണ് അന്ന ശ്രമിക്കുന്നത്. പക്ഷെ നല്ല രീതിയിലുള്ള മുറിവുള്ളതുകൊണ്ട് തന്നെ അവൾ ആംബുലൻസിന് കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ കിട്ടുന്നില്ല. അപ്പോഴേക്കും ലൂയിസും ഒരു സൂംബിയും മാറിയിട്ട് അന്നയുടെ നേർക്ക് വരികയാണ്. അന്നയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്താ നടക്കുന്നതെന്ന്. തന്നെ ആക്രമിക്കാനാണ് ലൂയിസ് ശ്രമിക്കുന്നതെന്ന് കണ്ടപ്പോൾ അവൾ അവിടെ അടുത്തുണ്ടായിരുന്ന ബാത്റൂമിലേക്ക് ഓടിക്കയറാണ്. എന്നിട്ട് അവൾ ആ ബാത്ടബിലേക്ക് അറിയാതെ കാല് തന്നെ വീഴുന്നുണ്ട്. കുറച്ചു നേരത്തിന് ഒരു സൗണ്ടും കേൾക്കുന്നില്ല. അവൾ അങ്ങനെ ഡോർ തുറക്കാനായിട്ട് പോകുമ്പോഴേക്കും ആ ഒരു ഡോറും തല്ലി പൊളിച്ചുകൊണ്ട് ലൂയിസ് സൂംബി അവളെ ആക്രമിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ അടുത്തുണ്ടായിരുന്ന ആ ഒരു വിൻഡോയിലൂടെ പുറത്തേക്ക് ചാടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഒരുവിധം അന്ന അവളുടെ കാർ എടുത്ത് പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് അവളുടെ പരിചയക്കാരനായുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് നേരെ തോക്കും ചൂണ്ടിയിട്ട് അവളുടെ കാർ ആവശ്യപ്പെടുന്നത്. പക്ഷേ അയാളെ അപ്പം തന്നെ ഒരു ആംബുലൻസ് വന്നിട്ട് ഇടിച്ചങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അവളൊന്നും നോക്കിയില്ല. അവളുടെ ചുറ്റുപാടും മൊത്തം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കരഞ്ഞുകൊണ്ട് ഓടുന്നുണ്ട്. ചിലരാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നു. ഇവൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലൂയിസ് സൂംബി അങ്ങോട്ടേക്ക് വരുന്നത്. അതായത് അവളുടെ ഭർത്താവ്. പെട്ടെന്ന് തന്നെ അവൾ കാറിൽ കയറിയിട്ട് വണ്ടി എടുക്കുമ്പോൾ ഈ ഒരു ലൂയിസ് സൂംബി ആണെന്നുണ്ടെങ്കിൽ അവളുടെ കാറിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് കാറിൻ്റെ ചില്ല് തകർക്കാനായിട്ട് നോക്കുകയാണ്. ഇവളാണെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ഇപ്പോൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു ലൂയിസ് സൂംബി ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളെ പിടിക്കാനായിട്ട് ഓടുന്നു. നമ്മുടെ അന്ന പോകുന്ന വഴിയിലെല്ലാം തന്നെ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മനുഷ്യന്മാർ തമ്മിൽ തന്നെ പ്രശ്നമുണ്ട്. സൂംബികൾ വേറെ പ്രശ്നം, വണ്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രശ്നം, ഫ്യുവലിന് വേണ്ടിയിട്ടുള്ള പ്രശ്നം, അങ്ങനെ പ്രശ്നത്തോട് പ്രശ്നം. കുറച്ച് ദൂരം കാർ ഡ്രൈവ് ചെയ്തതിന് ശേഷം ഒരാൾ ഇവളുടെ കാറിന് കൈ കാണിക്കുന്നുണ്ട്. പക്ഷെ അവൾ നിർത്തിയില്ല. ഇയാളാണെന്നുണ്ടെങ്കിൽ അവളുടെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ആ ഒരു ഡോർ തുറന്നുകൊണ്ട് ഈ ഒരു കാറ് നിർത്താനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു പിടിയും വലിക്ക് ശേഷം ഇയാളെ ചവിട്ടി പുറത്തേക്ക് ഇടുന്നുണ്ട് അവൾ. പക്ഷേ ഇവളുടെ കാറാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിയന്ത്രണം തെറ്റിയിട്ട് ഒരു വലിയ മരത്തിൽ പോയിട്ട് ഇടിക്കുകയാണ്. അതോടുകൂടിയിട്ട് ആ കാറും അതുപോലെ തന്നെ നമ്മുടെ അന്നയും ബോധം കെട്ട് പോകുന്നുണ്ട്. അവളുടെ ഭാഗ്യത്തിന് അവിടെ എങ്ങും ഒരു സൂംബി പോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് നമ്മുടെ അന്ന കണ്ണ് തുറന്നു നോക്കുമ്പോൾ പോലീസ് സർജൻ്റായിട്ടുള്ള കെന്നത്ത് ഹാളിനെയാണ് അവൾ കാണുന്നത്. അങ്ങനെ കെന്നത്തും അന്നയും പരിചയപ്പെടുന്നുണ്ട്. ശേഷം ഇവർ ഒരുമിച്ചാണ് ഇപ്പോൾ യാത്ര ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. ഒരു തുരങ്കത്തിലൂടെ ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 3 പേരെ ഇവർ കണ്ടുമുട്ടുന്നത്. ഒരു TV സെയിൽസ്മാൻ ആയിട്ടുള്ള മൈക്കേൽ, അതുപോലെ തന്നെ ഒരു പെറ്റി ക്രിമിനൽ കേസിൽ പെട്ടിട്ടുള്ള ആൻഡ്രേ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഗർഭിണിയായിട്ടുള്ള ഭാര്യ ലുഡ. ഇവരങ്ങനെ പരസ്പരം പരിചയപ്പെടുകയാണ്. ഈ 3 പേരും വരുന്ന വഴി മൊത്തം സൂംബികൾ ഉണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു മാളിലേക്ക് പോവുകയാണെന്നും ഇവർ പറയുകയാണ്. പോലീസുകാരനായിട്ടുള്ള കെന്നത്ത് അപ്പോൾ ചോദിക്കുന്നുണ്ട് അവിടെ ആരും ഇനി ജീവിച്ചിരിപ്പില്ലേന്ന്. ആരുമില്ല, എല്ലാവരും സൂംബികളായി മാറിയിട്ടുണ്ടെന്നാണ് ഈ TV സെയിൽസ്മാൻ ആയിട്ടുള്ള മിഖായിൽ പറയുന്നത്. അങ്ങനെ മറ്റൊരു വഴിയുമില്ലെന്ന് മനസ്സിലാക്കിയിട്ടുള്ള കെന്നത്തും അതുപോലെ തന്നെ അന്നയും ഇവരുടെ കൂട്ടത്തിൽ കൂടുകയാണ്. ശേഷം ഒരു മാളുടെ സൈഡിലേക്ക് എത്തിയപ്പോൾ അങ്ങോട്ടേക്ക് ഒരുപാട് സൂംബികൾ വരുന്നുണ്ട്. മറ്റൊരു വഴിയില്ലാതെ കൂടിയിട്ട് ആ ഒരു ഡോറ് വെടിവെച്ച് തകർത്തതിന് ശേഷം ഇവരെല്ലാവരും ആ ഒരു മാളിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇവരെല്ലാവരും മെയിൻ എൻട്രൻസിലൂടെ അല്ല ഇപ്പോൾ ഈ ഒരു മാളിനുള്ളിലേക്ക് കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാളിനുള്ളിലുണ്ടായിരുന്ന പല ഷോപ്പുകളിലെയും ഗ്ലാസ് ഒക്കെ തകർത്തിട്ടാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇവരെത്തുന്നത്. അങ്ങനെ ഇവർക്ക് പകുതി സമാധാനമായിട്ടുണ്ട്. പക്ഷേ ഇനിയും സൂംബികളെ എങ്ങനെയെങ്കിലും ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഈ മാളിൻ്റെ പല ഡോറുകളും ക്ലോസ് ആണോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് ഇവർ നോക്കുകയാണ്. മൈക്കിലും ആൻഡ്രയുമാണ് ആ ഡോറുകളൊക്കെ ലോക്ക്ഡ് ആണോ എന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇതേ സമയം കെന്നത്താണെന്നുണ്ടെങ്കിൽ ഈ 2 ലേഡീസിനും കാവലിരിക്കുന്നുണ്ട്. ഈ സൂംബികളെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈക്കലിൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഇരുമ്പ് വടി മാത്രമേ ഉള്ളൂ. അവിടുത്തെ ഒരു സ്പോർട്സ് സ്റ്റോറിൽ നിന്ന് ഇപ്പം നമ്മുടെ മൈക്കലാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ചുറ്റികയൊക്കെ എടുക്കുന്നുണ്ട്. ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് അവൻ അത് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആൻഡ്രയുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ തോക്കുണ്ടായിരുന്നു. അവൻ പുറത്തേക്ക് പോയി നോക്കുമ്പോൾ ഒരു സൂംബി ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഗ്ലാസ് ഡോറിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. മൈക്കേലിനെ അപ്പോൾ ഒരു
സോംബി ആക്രമിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അവനൊരു തരത്തിലാണ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. അപ്പോഴാണ് കെന്നത്തിന്റെ അടുത്തേക്ക് ഒരു സെക്യൂരിറ്റി സോംബി വരുന്നത്. ഒരു വിധത്തിൽ അവനെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ കെന്നത്തിന്റെ കയ്യിലായിട്ട് ഒരു ചെറിയ മുറിവ് പറ്റുന്നുണ്ട്. അത് സോംബി കടിച്ചതല്ല, അവിടെ ഉണ്ടായിരുന്ന ഒരു മാർബിളിൽ തട്ടിയിട്ടുള്ള മുറിവായിരുന്നു. പെട്ടെന്ന് തന്നെ അന്ന ആ ഒരു സോംബിയെ വെടിവെച്ചിടുന്നുണ്ട്. അതുകൊണ്ട് മാത്രം കെന്നത്ത് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഒരുപാട് സോംബികൾ ഇവർ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വരികയാണ്. അങ്ങനെ ലിഫ്റ്റിൽ കയറിയിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് മേലത്തെ ഫ്ലോറിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ 3 സെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. അവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ തടയുകയാണ്. താഴെ നിറയെ സോംബികളാണ്, ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഇനി പോകാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് ഞങ്ങളെ ഇവിടെ നിൽക്കാനായിട്ട് അനുവദിക്കണമെന്ന് അന്ന പറയുകയാണ്. അങ്ങനെ ഈ ഒരു 3 സെക്യൂരിറ്റി ഗാർഡ്സ് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന തോക്കുകളൊക്കെ വാങ്ങി വെക്കുകയാണ്. എന്നിട്ട് അവരെ അകത്തേക്ക് വിളിക്കുന്നു. TV ന്യൂസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്ത് നടക്കുന്ന പല കാര്യങ്ങളും കണ്ടിട്ട് ഇവർ കണ്ണു തള്ളിയിരിക്കുകയാണ്. കാരണം ഈ ഒരു സോംബീസിന്റെ ഹെഡിൽ തന്നെ ഷോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതുങ്ങളെ തീർക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നീട് അവരുടെ ശരീരം കത്തിച്ച് കളയണമെന്നൊക്കെ പല സയന്റിസ്റ്റുകളും അതുപോലെ തന്നെ എക്സ്പേർട്സ് ഒക്കെ പറയുന്നുണ്ട്. ഇതേ സമയം അന്നയാണെന്നുണ്ടെങ്കിൽ കെന്നത്തിന്റെ മുറിവ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള എല്ലാ മെഡിസിൻസും എടുത്തുകൊണ്ട് വരാനായിട്ട് പോയിട്ടുണ്ട്. ഇവരെ ഇവിടെ നിൽക്കാനായിട്ട് അനുവദിച്ചിട്ടുള്ള ഒരു 3 സെക്യൂരിറ്റീസ് ഉണ്ടല്ലോ, അതിന്റെ തലവനായിട്ടുള്ളവന്റെ പേരാണ് CJ. അവനാണെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്തൊക്കെ ഭയങ്കര റൂഡായിട്ടാണ് പെരുമാറുന്നത്. ഇവിടെ വെറുതെ ഇരുന്ന് തിന്നാനൊന്നും ഞാൻ ആരെയും അനുവദിക്കില്ല, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ജോലി ഉണ്ടെന്നൊക്കെ പുള്ളിക്കാരൻ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു 3 സെക്യൂരിറ്റീസും കൂടി ഇപ്പോൾ താഴത്തെ ആ ഒരു ഫ്ലോറിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള സോംബികളൊക്കെ തീർക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റിയാണ് ഇതേ ഇപ്പോൾ ഇവരുടെ മുമ്പിൽ സോംബിയായിട്ട് നിൽക്കുന്നത്. ഞാൻ അപ്പോഴേ അവനടുത്ത് പറഞ്ഞതാ താഴത്തെ ഫ്ലോറിലേക്ക് പോവല്ലേ എന്ന്, പക്ഷെ അവൻ കേട്ടില്ല എന്ന് CJ പറയുന്നുണ്ട്. ഇതേ സമയം റൂഫ് ടോപ്പിലാണ് ബാക്കിയുള്ളവരെല്ലാവരും. അവർ പെയിന്റ് ഉപയോഗിച്ചിട്ട് SOS അതുപോലെ തന്നെ ഹെൽപ്പ്, അതായത് ഏതെങ്കിലും പ്ലെയിനോ ഹെലികോപ്റ്ററോ എന്തെങ്കിലും തരത്തിലുള്ള വിമാന കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇവരെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾസ് ഒക്കെ അവർ ആ റൂഫ് ടോപ്പിൽ എഴുതി വെക്കുന്നുണ്ട്. അപ്പോഴാണ് തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലായിട്ട് ഒരു സർവൈവറെ ഇവർ കാണുന്നത്. അയാളൊരു ബോർഡ് പൊക്കി കാണിക്കുന്നുണ്ട്. പിന്നീടാണ് ഇവർക്ക് മനസ്സിലായത് തൊട്ടടുത്ത് കൂടെ ഒരു ഹെലികോപ്റ്റർ വരുന്നുണ്ടെന്ന്. ഇവർ പെട്ടെന്ന് തന്നെ ചാടി കളിച്ചിട്ട് ഹെൽപ്പ് ഹെൽപ്പ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ഹെലികോപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ വളരെ പതിയെ ഇവരുടെ അടുത്തൂടെ അങ്ങോട്ട് കടന്നു പോവുകയാണ്. അങ്ങനെ ആ ഒരു പ്രതീക്ഷയും ഇപ്പം നശിച്ചിരിക്കുകയാണ്. ഈ സെക്യൂരിറ്റീസിന്റെ ഹെഡായിട്ടുള്ള CJ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്വാർത്ഥനായിട്ടുള്ള മനുഷ്യനായിരുന്നു. അവനാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ സെല്ലിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു സെല്ലിൽ ഇവർ അടച്ചിടുന്നുണ്ട്. ശേഷം പറയുന്നുണ്ട്, ഇവിടുത്തെ എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ മോഷ്ടിച്ചാലോ രാത്രി എങ്ങാനും ഇറങ്ങിയിട്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. CJയുടെ ഈ ഭരണമാണെന്നുണ്ടെങ്കിൽ മൈക്കേലിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അത് ആൻഡ്രയുടെ അടുത്ത് വന്നിട്ട് അവൻ പറയുന്നത്. പക്ഷേ ആൻഡ്രേ പറയുന്നത് എന്തായാലും ഇപ്പോൾ ഒരു പ്രശ്നത്തിനൊന്നും പോവണ്ട എന്നാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ കറക്റ്റ് ഷാർപ്പ് 8 മണിക്ക് തന്നെ ഇവർ ഈ 3 സെക്യൂരിറ്റീസും എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അന്നയാണെന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ടെറി എന്ന് പറയുന്ന സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സെല്ല് ഇവർക്കായിട്ട് തുറന്നു കൊടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊന്നും തന്നെ CJ അറിയുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ടെറി ഒരു നല്ല മനുഷ്യനായിരുന്നു. പെട്ടെന്നാണ് ഒരു ഡെലിവറി ട്രക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സോംബികളൊക്കെ ഇടിച്ചു തെറിപ്പിച്ചിട്ട് ഈ ഒരു മാള് ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും തന്നെ ഇപ്പോൾ റൂഫ് ടോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് ആ സർവൈവേഴ്സിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന്. പക്ഷേ CJ സമ്മതിക്കുന്നില്ല. അവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, എന്തായാലും അത് വേണ്ട എന്നാണ് CJ പറയുന്നത്. പക്ഷേ ബാക്കിയുള്ള എല്ലാവരും കൂടി CJ എതിർക്കുകയാണ്. CJയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ടെറി എന്ന് പറയുന്ന ആ ഒരു സെക്യൂരിറ്റിയും ഇപ്പൊ അവനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് CJയും അതുപോലെ തന്നെ അവന്റെ ശിങ്കിടി ആയിട്ടുണ്ടായിരുന്ന ബാട്ടിനെയും തോക്കിന് മുന്നിൽ നിർത്തിയിട്ട് ആ ഒരു സർവൈവേഴ്സിനെ രക്ഷിക്കാനായിട്ടാണ് ഇപ്പോൾ ഇവർ ശ്രമിക്കുന്നത്. ഇപ്പൊ ഈ ഒരു ഡെലിവറി ട്രക്ക് ആണെന്നുണ്ടെങ്കിൽ മാളിന്റെ ആ ഒരു ട്രക്ക് കൊണ്ടുവന്ന് നിർത്തുന്ന സ്ഥലത്തേക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേ സമയം നമ്മുടെ ആൻഡ്രയും മൈക്കേലും ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡോർ തുറക്കണോ തുറക്കേണ്ടോ എന്നുള്ള പേടിയിൽ നിൽക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ മൈക്കേലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡോർ തുറക്കുകയാണ്. മാളിന് പുറത്തുണ്ടായിരുന്ന ഒരുപാട് സോംബികൾ ഇപ്പോൾ ഇവരെ ആക്രമിക്കാനായിട്ട് വരികയാണ്. ഈ ട്രക്കിൽ വന്നവരെല്ലാവരും അവർ രക്ഷിച്ചു. ഏകദേശം 7 പേരുണ്ടായിരുന്നു. നോർമ, സ്റ്റീവ്, ടുക്കർ, മോണിക്ക, ഗ്ലെന്ന്, ഫ്രാങ്ക്, പിന്നെ ആ ഒരു ഫ്രാങ്കിൻ്റെ മകളായിട്ടുള്ള നിക്കോളി. ഇവർ വന്ന സ്ഥലത്തെല്ലാം സ്ഥിതി അതിഭയാനകമായിരുന്നു എന്ന് ഇവർ പറയുന്നുണ്ട്. കാരണം നഗരം മൊത്തം സോംബികൾ കീഴടക്കിയേക്കാണ്. ഇനി അങ്ങോട്ടേക്ക് ഒരു തിരിച്ചുപോക്ക് അത് വേണ്ട എന്നാണ് ഇപ്പോൾ കെന്നത്തിൻ്റെ അടുത്ത് ഇയാൾ പറയുന്നത്. കെന്നത്താണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവൻ റൂഫ് ടോപ്പിലേക്ക് പോയി നോക്കുമ്പോഴാണെങ്കിൽ അവിടെ അടുത്തുണ്ടായിരുന്ന ആ ഒരു ബിൽഡിങ്ങിലെ ആ ഒരു മനുഷ്യനുണ്ടല്ലോ, അയാളുടെ പേര് ആൻഡി എന്നാണ്. പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കെന്നത്തുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുകയാണ്. കെന്നത്തിനാണെന്നുണ്ടെങ്കിൽ ഇയാൾ ബോർഡിൽ ഇങ്ങനെ എഴുതി കാണിക്കും. അപ്പോൾ കെന്നത്താണെന്നുണ്ടെങ്കിലും അവിടുത്തെ ബോർഡിൽ എഴുതിയിട്ട് അങ്ങോട്ടും കാണിക്കും. അങ്ങനെ ഇവർ തമ്മിൽ ഇപ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുണ്ട്. സർവൈവേഴ്സിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആരോഗ്യം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരി ഉടനെ തന്നെ മരിക്കുമെന്ന് നമ്മുടെ നേഴ്സായിട്ടുള്ള അന്ന പറയുന്നുണ്ട്. അവരുടെ മുറിവ് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെന്നും ടെറിയുടെ അടുത്ത് നമ്മുടെ അന്ന പറയുകയാണ്.
അപ്പോഴാണ് ഫ്രാങ്കിനെ കാണിക്കുന്നത്. ഫ്രാങ്കിൻ്റെ കയ്യിലായിട്ട് ഒരു സോംബി സ്ക്രാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രാങ്കിൻ്റെ മകളായിട്ടുള്ള നിക്കോളിയും അയാളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് ആർക്കും തന്നെ അറിയില്ല ഇങ്ങനെ സോംബി കടിച്ചാൽ അല്ലെങ്കിൽ സോംബി സ്ക്രാച്ച് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു രോഗം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യാപിക്കുന്നത്. വയ്യാതിരുന്ന ആ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മരണപ്പെടുകയും പിന്നീട് പുള്ളിക്കാരി ഒരു സോംബിയായി വന്നിട്ട് നമ്മുടെ അന്നയെ ആക്രമിക്കാനായിട്ട് നിൽക്കുന്നു. അന്ന അപ്പം തന്നെ അതിനെ തീർത്ത് കളയുകയും ചെയ്യുന്നുണ്ട്. ശേഷം ഈ കാര്യം എല്ലാവരുമായിട്ടും ചർച്ച ചെയ്യുകയാണ്. അതായത് ഈ സോംബികൾ കടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ മരണപ്പെടും, അതിനുശേഷം പിന്നീട് സോംബിയായി മാറും. അതാണ് കണ്ടുവരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ആൻഡ്രിക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ പേടിയാവുന്നുണ്ട്. കാരണം അവൻ്റെ ഭാര്യയുടെ കയ്യിലായിട്ട് ഒരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അവൻ അവിടെ നിന്നും പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ശേഷം നമ്മുടെ മൈക്കലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രാങ്കിനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരികയാണ്. പക്ഷേ നമ്മുടെ അന്ന അത് തടയുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഫ്രാങ്ക് ഉടനെ തന്നെ മരണപ്പെടും, അതിനുശേഷം അവനും ഒരു സോംബിയായിട്ട് മാറും. ഫ്രാങ്കിൻ്റെ മകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ മൈക്കേൽ ഫ്രാങ്കിനെ ഷൂട്ട് ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു. ഇതേ സമയം ആൻഡ്രേ ആണെന്നുണ്ടെങ്കിൽ തൻ്റെ ഭാര്യയായിട്ടുള്ള ലുഡയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവന് നല്ല പേടിയുണ്ടായിരുന്നു തൻ്റെ കുഞ്ഞിനെയും ഇത് ബാധിക്കുമോ എന്ന്. കാരണം ലുഡയുടെ കയ്യിലാണ് ഇപ്പോൾ ഒരു മുറിവ് പറ്റിയിരിക്കുന്നത്, അതും സോംബി സ്ക്രാച്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവൾക്ക് ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല. പാവൻ ലുഡയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല. ഇതേ സമയം ഫ്രാങ്കിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫ്രാങ്കിൻ്റെ മകളായിട്ടുള്ള നിക്കോളി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു തോക്കുമായിട്ട് നമ്മുടെ കെന്നത്ത് വരുന്നുണ്ട്. അത് കണ്ടതും ഫ്രാങ്കിൻ്റെ മകളായിട്ടുള്ള നിക്കോളി അവിടെ നിന്നും പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രാങ്കിൻ്റെ മുഖമാകെ വിളറി വെളുത്തിട്ടുണ്ട്. ഉടൻ തന്നെ ഫ്രാങ്ക് മരണപ്പെട്ടു. അതിനുശേഷം അവൻ സോംബിയായി മാറുന്നതിന് മുമ്പായിട്ട് തന്നെ കെന്നത്ത് ഫ്രാങ്കിനെ ഷൂട്ട് ചെയ്യുകയാണ്. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. കെന്നത്തും ആൻഡിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്പിലാണ്. അവരിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു വൈറ്റ് ബോർഡ്സ് ഉപയോഗിച്ചിട്ടാണ്. പലതരത്തിലുള്ള അവർ ചെസ്സ് കളിക്കുന്നത് പോലും ആ ഒരു വൈറ്റ് ബോർഡിൽ എഴുതിയിട്ടൊക്കെയാണ്. അപ്പുറത്തെ ബിൽഡിങ്ങിലെ ആൻഡി ആണെന്നുണ്ടെങ്കിൽ ഒരു ഗൺ ഷോപ്പ് നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ ഇഷ്ടം പോലെ ആർമറീസ് ഉണ്ട്. അതായത് പലതരത്തിലുള്ള തോക്കുകളും ഉണ്ടകളും ഒക്കെ ഉണ്ട്. ഓരോ ദിവസവും ഓരോരോ സോംബികളെ ഇങ്ങനെ ചുമ്മാ വെടിവെച്ചിടുക, അതാണ് പുള്ളിക്കാരൻ്റെ മെയിൻ ഹോബി. ഇതേ സമയം സെല്ലിൽ കിടക്കുന്ന സീജയുടെ അടുത്തേക്കും ബാർട്ടിൻ്റെ അടുത്തേക്കും ഒരാൾ വന്നിട്ട് അയാളൊരു ഗേ ആയിരുന്നു. അയാളാണെന്നുണ്ടെങ്കിൽ ഇവരെ ടോൺ ചെയ്യാനായിട്ട് നോക്കുകയാണ്. സീജ ആണെങ്കിൽ ചെവി പൊത്തി പിടിക്കുകയാണ്. ചേട്ടാ ഒന്ന് പോയി തരൂ, ഞങ്ങളുടെ ആൾക്കാരല്ല എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് സീജ. അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഈ ഒരു മാളിൽ ഇപ്പോൾ ഇവരെല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് ജീവിച്ചു വരികയാണ്. പെട്ടെന്നൊരു ദിവസം അത് സംഭവിച്ചു. ഈ മാളിലെ പവർ മൊത്തം കട്ടായി പോയി. അങ്ങനെ ജനറേറ്റർ ഓണാക്കാനായിട്ട് സീജയും ബാട്ടും മൈക്കേലും കെന്നത്തും കൂടി ചേർന്നിട്ട് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു പാർക്കിംഗ് ഗ്യാരേജിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അവിടെയാണ് എമർജൻസി ജനറേറ്റർ ഉള്ളത്. അത് ആക്ടിവേറ്റ് ചെയ്യാണ്ട് വേറെ ഒരു വഴിയുമില്ല. അങ്ങനെ അത് ആക്ടിവേറ്റ് ചെയ്ത് ഇവർ മടങ്ങുമ്പോഴാണ് അവിടെ നിന്നൊരു ഫ്രണ്ട്ലി ഡോഗായിട്ടുള്ള ചിപ്സിനെ അവർക്ക് കിട്ടുന്നത്. അങ്ങനെ ഇവർ അവിടെ നിന്ന് തിരിച്ചു പോരാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരുപാട് സോംബികൾ വന്നിട്ട് ബാർട്ടുണ്ടല്ലോ, അതായത് ഈ ഒരു സീജയുടെ കൂടെ ഉണ്ടായിരുന്ന ശിങ്കിടി പുള്ളിക്കാരനെ ഈ സോംബികൾ തീർക്കുന്നത്. മറ്റൊരു വഴിയും ഇല്ലാതായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടേഴ്സൊക്കെ ഇട്ടിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഈ സോംബികളെ ഇവർ കത്തിച്ച് കളയുകയാണ്. അല്ലാണ്ട് ഇവരുടെ കയ്യിൽ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ സോംബിയായി മാറിയിട്ടുള്ള ബാർട്ടും ഉണ്ടായിരുന്നു. ഇത് കാണിക്കുന്നത് ലുഡയും ആൻഡ്രയുമാണ്. ലുഡ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഒരു സോംബിയായി മാറിയിരിക്കുകയാണ്. കട്ടിലിനോട് ചേർന്നിട്ട് അവളെ കെട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷേ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും പുറത്തോട്ട് വന്നിട്ടില്ല. ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് നോർമ എന്ന് പറയുന്ന ഒരു യുവതിക്ക് എന്തൊക്കെയോ സംശയം വരികയാണ്. പുള്ളിക്കാരിയാണെന്നുണ്ടെങ്കിൽ എന്താ അവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആൻഡ്രയുടെ അടുത്തേക്കും ലുഡയുടെ അടുത്തും ഇപ്പോൾ വരുന്നുണ്ട്. അങ്ങോട്ടേക്ക് വന്ന പുള്ളിക്കാരി ഞെട്ടിപ്പോയി. കാരണം പ്രസവമൊക്കെ പുള്ളിക്കാരൻ തന്നെ, അതായത് നമ്മുടെ ആൻഡ്ര തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുട്ടിയും അവിടെ കാണുന്നുണ്ട്. അപ്പോഴാണ് ലുഡ ഒരു സോംബിയായി മാറിയിട്ടുള്ള കാര്യം ഈ യുവതി അറിയുന്നത്. ഇപ്പം തന്നെ നോർമ എന്ന് പറയുന്ന ആ യുവതിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലുഡയെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് കണ്ടപ്പോൾ ആൻഡ്രയ്ക്ക് സഹിച്ചില്ല. ആൻഡ്രയാണെന്നുണ്ടെങ്കിൽ തിരിച്ചും ഷൂട്ട് ചെയ്യുന്നു. ആ യുവതി വീണ്ടും ആൻഡ്രയെ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ പരസ്പരം ആൻഡ്രയും അതുപോലെ തന്നെ നോർമ എന്ന് പറയുന്ന ഒരു യുവതിയും ഇപ്പോൾ തീർന്നിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാവരും ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ ആ ഒരു കുട്ടി മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത്. എന്നെ ആ ഒരു തുണി പൊക്കി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ആ ഒരു കുട്ടിയും ഇപ്പോൾ ഒരു സോംബിയായി മാറിയിട്ടുണ്ട്. മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ട് അന്ന തന്നെ അത് ചെയ്തു. സിനിമയുടെ തുടക്കത്തിൽ കണ്ട CJ അല്ല ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അവൻ എല്ലാവരുടെ നല്ല രീതിയിലാണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സ്റ്റീവ് എന്ന് പറയുന്ന ഒരാളൊരു ഐഡിയ പറയുന്നുണ്ട്. അതായത് ഒരു ഐലൻഡിലേക്ക് ഇപ്പോൾ ഇവർ പോകാനായിട്ട് നിൽക്കുകയാണ്. അത് എങ്ങനെ പോകുമെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു സ്റ്റീവിനൊരു ബോട്ടുണ്ട്, ഇവിടെ അടുത്തുള്ള ഒരു ലോക്കൽ മറൈനയിലേക്ക് പോകണം എന്ന് പറയുക. അങ്ങനെ ഇവർ പുറത്ത് കിടക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. പക്ഷേ പുറത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ നല്ല വണ്ടികൾ തന്നെ വേണം. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന 2 വണ്ടികൾ എടുത്തിട്ട് ഇവർ പണിയാണ്. അതായത് ഈ ഒരു സോംബികൾ വന്നിട്ടുണ്ടെങ്കിൽ വണ്ടികൾക്കൊന്നും കേടുവരാത്ത രീതിയിൽ ഷീൽഡുകളൊക്കെ ക്രമീകരിച്ച് വെക്കുകയാണ് ആ വണ്ടിക്ക് ഫ്രണ്ടിലായിട്ട്. അപ്പോഴാണ് ആൻറ്റിക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ബോർഡിൽ എഴുതി കാണിക്കും. ഇതേ സമയം ഇവിടെ അന്നയും അതുപോലെ തന്നെ മൈക്കലും തമ്മിൽ ചെറിയൊരു പ്രണയം മറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മനസ്സില്ലാ മനസ്സോടെയാണെന്നുണ്ടെങ്കിലും ചിപ്സ് എന്ന് പറയുന്ന ആ ഒരു ഡോഗിൻ്റെ മേത്ത് ഒരു ബാഗ് കെട്ടിവെച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് നമ്മുടെ ആൻറ്റിക്കുള്ള ഫുഡ് എത്തിക്കുകയാണ് ഇവർ. ഈ സോംബികൾ ആ പട്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ഡോഗ് ഡോർ വഴി ഈ ഡോഗ് ആണെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കിടക്കുന്നുണ്ട്. പക്ഷേ അതുവഴി സോംബികളും ഉള്ളിലേക്ക് കിടക്കാനായിട്ട് തുടങ്ങി. പണി പാളി.
അങ്ങനെ ആൻറ്റിയെയും ഈ സൂംബികൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണ്. അപ്പോഴേക്കും നമ്മുടെ നിക്കോളിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡെലിവറി ട്രക്ക് എടുത്തിട്ട് ഈ ഒരു പട്ടിയെയും ആൻറ്റിയെയും രക്ഷിക്കാനായിട്ട് ഒറ്റയ്ക്ക് പോവുകയാണ്. സൂംബികളുടെയൊക്കെ കണ്ണ് വെട്ടിച്ചിട്ട് ആ ഒരു ഡോഗ് ഡോർ വഴി അവളും ആ ബിൽഡിങ്ങിലേക്ക് കടന്നു. പക്ഷേ ഇപ്പോൾ നിക്കോളിയും അവിടെ പെട്ട് കിടക്കുകയാണ്. അങ്ങനെ കെന്നത്തും മൈക്കേലും ടുക്കറും ടെറിയും സീജയും എല്ലാവരും കൂടി ചേർന്നിട്ട് അവിടുത്തെ അഴുക്ക് ചാലിലൂടെ ഈ ഒരു ഗൺ സ്റ്റോറിലേക്ക് എത്തുകയാണ്. എന്നിട്ട് സൂംബയായി മാറിയിട്ടുണ്ടായിരുന്ന ആൻറ്റിയെ കൊല്ലുകയും അതിനുശേഷം നിക്കോളിയെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരുപാട് ഗൺസും അതുപോലെ തന്നെ ഉണ്ടകളും ഒക്കെ എടുത്തതിന് ശേഷമാണ് അവരവിടെ നിന്നും തിരികെ വരുന്നത്. പക്ഷേ അപ്പോഴാണ് ടുക്കറിൻ്റെ കാലിന് പരിക്ക് പറ്റുന്നത്. അങ്ങനെ അവൻ്റെ ആവശ്യപ്രകാരം തന്നെ സീജ അവനെ തീർത്ത് കളയുകയാണ്. ശേഷം ഒരു മാളിലേക്ക് വരുന്നു. എന്നിട്ട് ആ ഒരു വലിയ 2 ബസ്സുകളിലായിട്ട് ഇവിടെ നിന്നും രക്ഷപ്പെടാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഒരുപാട് സൂംബികൾ ഇപ്പോൾ ഈ 2 ബസ്സിനെയും വളഞ്ഞിരിക്കുകയാണ്. ബസ്സിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാവരും ചെയിൻസോയും മറ്റുമൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു സൂംബികളെ തീർത്ത് കളയുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് ഗ്ലെൻ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് ആ ഒരു ചെയിൻസോയുടെ കൺട്രോൾ പോകുന്നത്. എന്നിട്ട് മോണിക്കയെയും അയാൾ ഇല്ലാതാക്കുന്നുണ്ട്. അറിയാതെ പറ്റിയ ഒരു പിഴവായിരുന്നു അത്. അങ്ങനെ ഇവരുടെ ബസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിയന്ത്രണം തെറ്റിയിട്ട് ഒരു സ്ഥലത്ത് ക്രാഷ് ആവുന്നുണ്ട്. സ്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഇപ്പോൾ വിട്ടു നിൽക്കുന്നുണ്ട്. പക്ഷെ അവനും ഇപ്പോൾ ഒരു സൂംബയായി മാറുകയാണ്. പിന്നെ അപ്പം തന്നെ സ്റ്റീവിനെ തീർക്കുകയും ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള സർവൈവേഴ്സ് ഒക്കെ ഇപ്പോൾ ഈ ഒരു മറൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സി ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് സ്വയം സാക്രിഫൈസ് ചെയ്യുകയാണ്. ഈ സമയം മൈക്കൽ അപ്പോഴാണ് നമ്മുടെ അന്നയുടെ അടുത്ത് പറയുന്നത് അവനും ഒരു സൂംബിയിൽ നിന്ന് കടിയേറ്റിരുന്നു എന്ന്. സ്വയം അവൻ മരിക്കുകയാണ്. അങ്ങനെ കഥയുടെ അവസാനം അന്നയും കെന്നത്തും നിക്കോളിയും ടെറിയും പിന്നെ ആ ഒരു പട്ടിക്കുട്ടനായിട്ടുള്ള ചിപ്സും മാത്രമാണ് ഇവിടെ നിന്നും രക്ഷപ്പെട്ടിട്ട് ആ ഒരു ഐലൻഡിലേക്ക് ഈ ഒരു ബോട്ടിൽ പോകുന്നത്. ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. സിനിമയുടെ പേര് ഒന്നും കൂടി പറയാം. 2004 പുറത്തിറങ്ങിയിട്ടുള്ള ഡൗൺ ഓഫ് ദി ഡെഡ് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകാരെ ഇന്നത്തെ സിനിമ? വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ നിങ്ങളുടെ സജഷൻസും പിന്നെ എന്തെങ്കിലും പാകപ്പിഴകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ഷമിച്ചിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് നിങ്ങൾ കമൻറ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തി വെച്ചേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.